ഹലോ ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ പുതിയ രീതിയിലുള്ളൊരു പഠനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, റിവിഷൻ മാരത്തോൺ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഒരു വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ബില്ലുമായി ബന്ധപ്പെട്ട മച്യൂരിറ്റി ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ്. മച്യൂരിറ്റി ഡേറ്റ് ഓർ ഡ്യൂ ഡേറ്റ്. എ ഡേ വിച്ച് ദ ബിൽ ബിക്കം മച്യുവർ ഈസ് കോൾഡ് മച്യൂരിറ്റി ഡേറ്റ്. എന്താണ്? എ ഡേ വിച്ച് ദ ബിൽ ബിക്കം മച്യുവർ ഈസ് കോൾഡ് മച്യൂരിറ്റി ഡേറ്റ്. ഒരു ബില്ല് എന്നാണോ അതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാലാവധി ആകുന്നത് ആ ദിവസത്തിന് പറയുന്ന പേരാണ് മച്യൂരിറ്റി ഡേറ്റ് അഥവാ ഡ്യൂ ഡേറ്റ്. മച്യൂരിറ്റി ഡേറ്റ് അഥവാ ഡ്യൂ ഡേറ്റ്. മച്യൂരിറ്റി ഡേറ്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 22. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 22ലാണ് മച്യൂരിറ്റി ഡേറ്റിനെ പറ്റി പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഓർത്തിരിക്കുക. ഒരു ബില്ല് അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് ഹോളിഡേ ആണെങ്കിൽ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഒരു ബില്ലിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് ഹോളിഡേ ആണെങ്കിൽ ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് ജസ്റ്റ് പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ ആയിരിക്കും. അപ്പോൾ ഈ ജസ്റ്റ് പ്രിസീഡിംഗ് വർക്കിംഗ് ഡേ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 25ലാണ്. സെക്ഷൻ 25. അടുത്തതായിട്ട് പറയുന്നത് ഹോളിഡേ ഇൻക്ലൂഡ്സ്. ഹോളിഡേ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് വരുന്നത്? ഗവൺമെൻറ് ഹോളിഡേയ്സ് ആൻഡ് ഹോളിഡേയ്സ് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്. ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 25ലാണ്. നമ്മൾ സെക്ഷൻ 25 ഓൾറെഡി നേരത്തെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്താണ് സെക്ഷൻ 25 എന്ന് പറയുന്നത്? സെക്ഷൻ 25 എന്ന് പറയുന്നത് വെൻ മച്യൂരിറ്റി ഡേറ്റ് ഈസ് എ ഹോളിഡേ എന്ന് പറയുന്നതാണ് സെക്ഷൻ 25. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ബാങ്ക് ഹോളിഡേയ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഏത് ആക്ടിനാണ് എന്ന് ചോദിച്ചാലും എവിടെയാണ്? NI ആക്ടിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് ഹോളിഡേയ്സിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് NI ആക്ടിലാണ്. ഇനിയും ഈ പറഞ്ഞ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ഈ മച്യൂരിറ്റി ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്താൻ ആ ഒരു വ്യക്തിക്ക്, ഡെറ്റർക്ക് അല്ലെങ്കിൽ പർച്ചേസറിന് പറ്റിയില്ല എങ്കിൽ ചില കേസിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് ലഭിക്കും, അല്ലെങ്കിൽ മേഴ്സി ഡേയ്സ് ലഭിക്കും. ഈ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കേസിൽ 3 days ആണ്. എത്ര ദിവസമാണ്? 3 ദിവസമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡേയ്സ് ഓഫ് ഗ്രേസ് ലഭിക്കുന്നത്. ഇനിയും ഡേയ്സ് ഓഫ് ഗ്രേസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്തായിരിക്കും? ടൈം ബില്ലായിരിക്കും. ഡേയ്സ് ഓഫ് ഗ്രേസ് ലഭിക്കണമെങ്കിൽ ആ ബില്ല് ടൈം ബില്ലായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡ്യൂ ഡേറ്റ് ആകുന്ന സമയത്ത് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ ബില്ല് ഡിസോണറായി പോകും. ബില്ല് ഡിസോണറായുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോട്ടിങ്, പ്രൊട്ടസ്റ്റിങ്. ബില്ല് ഡിസോണറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോട്ടിങ്, പ്രൊട്ടസ്റ്റിങ്. അതായത് ബില്ല് ഡിസോണറായി കഴിഞ്ഞാൽ ബില്ല് ഡിസോണറായി എന്ന് ആര് സാക്ഷ്യപ്പെടുത്തണം?
നോട്ടറി പബ്ലിക്ക് സാക്ഷ്യപ്പെടുത്തണം. ബില്ല് ഡിസോണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ഡിസോണർ ആയി എന്ന് നോട്ടറി പബ്ലിക്ക് സാക്ഷ്യപ്പെടുത്തണം. ദ പ്രോസസ് ഓഫ് നോട്ടിംഗ് ഇൻ എ ബിൽ ഈസ് നോട്ടിംഗ്. ദ പ്രോസസ് ഓഫ് നോട്ടിംഗ് ഇൻ എ ബിൽ ഈസ് നോട്ടിംഗ്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിംഗ് ഈസ് ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ ബൈ നോട്ടറി പബ്ലിക്. നോട്ടിംഗ് ഈസ് ദ ആക്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഫാക്ട് ഓഫ് ഡിസോണർ ഓഫ് എ ബിൽ ബൈ നോട്ടറി പബ്ലിക്. ഈ ബില്ല് ഡിസോണർ ആയി എന്ന് നോട്ടറി പബ്ലിക്ക് സാക്ഷ്യപ്പെടുത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് നോട്ടിംഗ്. ഇനിയും നോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 99. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നോട്ടിംഗ് ഓഫ് എ ബിൽ ഷുഡ് ബി ഇൻ ഇറ്റ് സെൽഫ്. അതായത് ബില്ലിൻ്റെ കോപ്പിയിലൊന്നും സൈൻ ചെയ്താൽ പോരാ, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി പോരാ. ഒറിജിനൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ മാത്രമേ നോട്ടിംഗ് നടത്താൻ പാടുള്ളൂ. നോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് നോട്ടിംഗ് ഈസ് കമ്പൾസറി ഇൻ ദ കേസ് ഓഫ് ഫോറിൻ ബിൽസ്. ഏറ്റവും നോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിയത് എവിടാണെന്ന് ചോദിച്ചാൽ ഫോറിൻ ബിൽസിലാണ്. ഇനി നോക്കുക, ദ എമൗണ്ട് ഓഫ് നോട്ടിംഗ് ചാർജ് പെയ്ഡ് ബൈ ദ ഹോൾഡർ ഓഫ് ദ ബിൽ ഈസ് ഇവൻച്വലി റിക്കേർഡ് ഫ്രം ദ അക്സെപ്റ്റർ. അതായത് നോട്ടിംഗ് ചാർജ് പേ ചെയ്യേണ്ടത് ആ ബില്ലിൻ്റെ ഹോൾഡർ ആരാണോ അയാളാണ് പേ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ് ടു ദ അക്സെപ്റ്റർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്വീകരിക്കുന്ന ആളിനൊരു ഒരു എക്സ്പെൻസ് ആണ്. അപ്പം ഓൺ പേയ്മെൻറ്റ് ഓഫ് നോട്ടിംഗ് ചാർജ് ബൈ ദ ഡ്രോയർ ദ എൻട്രി ഇൻ ഹിസ് ബുക്ക്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. നോട്ടിംഗ് ചാർജ് ഡ്രോയർ കൊടുത്തു കഴിയുമ്പം ആ നോട്ടിംഗ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട 2 എൻട്രീസ് ഒന്ന് ഓർത്തിരിക്കണം. ഫസ്റ്റ് എൻട്രിയാണ് നോട്ടിംഗ് ചാർജ് ഡ്രോയർ കൊടുത്തു കഴിയുമ്പം ഉള്ള എൻട്രിയാണ് ഡ്രോയിസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഡ്രോയിസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. രണ്ടാമത്തേതാണ് ദ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്സെപ്റ്റർ. അക്സെപ്റ്ററിൻ്റെ ബുക്കിൽ വരുമ്പോഴത്തേക്ക് നോട്ടിംഗ് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയർ അക്കൗണ്ട്. ഡ്രോയർ അക്കൗണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം നോട്ടിംഗ് ചാർജ് കമ്പൾസറി ആയിട്ടും വേണ്ടിയത് ഫോറിൻ ബിൽസിൻ്റെ കേസിലാണ്. ഇനി നോട്ടിംഗ് ചാർജ് പേ ചെയ്യേണ്ടത് ഹോൾഡർ ഓഫ് ദ ബില്ലാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട 2 ജേണൽ എൻട്രിയും കൂടാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് പറഞ്ഞത് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ആഫ്റ്റർ നോട്ടിംഗ് എ ബിൽ ഈസ് കോൾഡ്. അതിന് പറയുന്ന പേരാണ് പ്രൊട്ടസ്റ്റ്. എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ നോട്ടറി പബ്ലിക് ആഫ്റ്റർ നോട്ടിംഗ് എ ബിൽ ഈസ് കോൾഡ്. നോട്ടിംഗ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റിൻ്റെ പേരാണ് പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റിനെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 100. സെക്ഷൻ 100. അടുത്തത് കണ്ടൻസ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റിനകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റിൻ്റെ ഉള്ളടക്കം എന്തായിരിക്കണം, അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 101. അടുത്തതാണ് നോട്ടീസ് ഓഫ് പ്രൊട്ടസ്റ്റ്. അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 102. വക്കീല് ഒരു നോട്ടീസ് ഡിസോണർ വരുത്തിയത് ആരാണോ അവർക്ക് കൊടുക്കണം. അതിനാണ് എന്തെന്ന് പറയുന്നത്, നോട്ടീസ് ഓഫ് പ്രൊട്ടസ്റ്റ്, സെക്ഷൻ 102. ഇനിയും റെമ്യൂണറേഷൻ പേയബിൾ ടു ദ നോട്ടറി പബ്ലിക് ഫോർ നോട്ടിംഗ് ഈസ് കോൾഡ്. അതായത് നോട്ടറി പബ്ലിക് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയതിന് ഒരു ചാർജ് കൊടുക്കണം. അതിന് പറയുന്ന പേരാണ് നോട്ടിംഗ് ചാർജസ്. നോട്ടിംഗ് ചാർജസ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽസ്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ബില്ലുണ്ട്. ഒന്ന് ടൈം ബിൽ. രണ്ടാമത്തേത് ബില്ലിൻ്റെ പണം നൽകേണ്ട തീയതിക്കനുസരിച്ച് ബില്ലിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ടൈം ബിൽ, സെക്കൻഡ് വൺ ഡിമാൻഡ് ബിൽ. ടൈം ബിൽ എന്ന് പറഞ്ഞാൽ ബില്ലിൻ്റെ കാലാവധി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ബില്ലാണ് ടൈം ബിൽ. ബില്ലിൻ്റെ കാലാവധി കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കും. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന ആനുകൂല്യം ലഭിക്കുന്നത് ഈ ടൈം ബില്ലിനാണ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന ആനുകൂല്യം ലഭിക്കുന്നത് ഈ ടൈം ബില്ലിനാണ്. നെക്സ്റ്റ് ആണ് ഡിമാൻഡ് ബിൽ. ഡിമാൻഡ് ബിൽ.
ഡിമാൻഡ് ബില്ലിനകത്ത് എന്താണ്, ആവശ്യപ്പെടുന്ന സമയത്ത് പണം നൽകേണ്ട ബില്ലാണ്. ഈ ബില്ലിന്മേൽ ഓൺ ഡിമാൻഡ്, പേ ടു, ഓൺ പ്രസൻമെൻറ്റ്, അറ്റ് സൈറ്റ് എന്നൊക്കെ എഴുതി ചേർത്തിരിക്കും. അപ്പം ഇത് ഓർത്തിരിക്കുക. എന്താണ് ടൈം ബില്ല്, ഡിമാൻഡ് ബിൽ. പണം നൽകേണ്ട തീയതിക്കനുസരിച്ച് 2 വിധത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ടൈം ബില്ല്, ഡിമാൻഡ് ബിൽ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻലാൻഡ് ബിൽ. ഇൻലാൻഡ് ബിൽ സെക്ഷൻ 11 പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യത്തിനകത്ത് തന്നെ നിർമ്മിച്ച് ആ രാജ്യത്തിനകത്ത് തന്നെ എന്താണ് വിനിമയം ചെയ്യുന്ന ബില്ലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോയർ, ഡ്രോയി എന്നിവർ ഒരേ രാജ്യക്കാരാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇൻലാൻഡ് ബിൽ. സപ്പോസ് ചെന്നൈയിൽ നിന്നൊരാൾ മുംബൈയിലുള്ള ഒരാൾക്കൊരു ബില്ല് കൈമാറിക്കഴിഞ്ഞാൽ അത് ഇൻലാൻഡ് ബില്ലാണ്. ഫോറിൻ ബിൽ. ഫോറിൻ ബിൽ എന്ന് പറഞ്ഞാൽ കക്ഷികൾ വ്യത്യസ്ത രാജ്യങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫോറിൻ ബിൽ. അല്ലെങ്കിൽ ഡ്രോയർ, ഡ്രോയി വ്യത്യസ്ത രാജ്യക്കാരാണെങ്കിൽ അതാണ് ഫോറിൻ ബിൽ. ഫോറിൻ ബില്ലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 12. ഫോറിൻ ബിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എല്ലാ ഫോറിൻ ബില്ലും ഡോക്യുമെൻ്ററി ബില്ലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ഫോറിൻ ബില്ലും ഡോക്യുമെൻ്ററി ബില്ലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ബില്ലിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള എന്താണ് ഡോക്യുമെൻറ്റ്സ് കൂടെ ഉൾപ്പെടുത്തിയിരിക്കും. അതായത് എ ബിൽ അറ്റാച്ച്ഡ് വിത്ത് സം ഡോക്യുമെൻറ്റ്സ്, അതാണ് ഡോക്യുമെൻ്ററി ബിൽ എന്ന് പറയുന്നത്. ഫോറിൻ ബില്ല് 3 സെറ്റായിട്ടുള്ള ബില്ലായിട്ടാണ് എപ്പോഴും കാണപ്പെടുന്നത്. ഫോറിൻ ബില്ല് 3 സെറ്റായിട്ടുള്ള ബില്ലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ബിൽസ് ഇൻ സെറ്റ് എന്ന് പറയുന്നത്. ബിൽസ് ഇൻ സെറ്റ് സെക്ഷൻ 132 പറഞ്ഞിട്ടുണ്ട് ബിൽസ് ഇൻ സെറ്റ്സ്, ബിൽസ് ഇൻ സെറ്റ്. അപ്പോൾ ബിൽസ് ഇൻ സെറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അത് ഫോറിൻ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബിൽസ് ഇൻ സെറ്റിലെ ഓരോ സെറ്റിനെയും അറിയപ്പെടുന്ന പേര്, ബിൽസ് ഇൻ സെറ്റിലെ ഓരോ സെറ്റിനെയും അറിയപ്പെടുന്ന പേരാണ് വയ, VIA. ഒന്നുകൂടെ ഓർത്തിരിക്കുക, ഈച്ച് സെറ്റ്സ് ഇൻ ബിൽസ് ഇൻ സെറ്റ് ഈസ് കോൾഡ് വയ. ഈച്ച് സെറ്റ്സ് ഇൻ ബിൽസ് ഇൻ സെറ്റ് ഈസ് കോൾഡ് വയ. അടുത്ത ക്ലാസിഫിക്കേഷനാണ് ബില്ലുകളെ ഡോക്യുമെൻ്ററി ബില്ലെന്നും ക്ലീൻ ബില്ലെന്നും വേറെ തരംതിരിക്കാം. ഡോക്യുമെൻ്ററി ബില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ബില്ലിനോടൊപ്പം ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതാണ് ഡോക്യുമെൻ്ററി ബിൽ. എ ബിൽ അറ്റാച്ച്ഡ് വിത്ത് സം ഡോക്യുമെൻറ്റ്സ്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് രേഖകൾ, ബിൽ ഓഫ് ലാഡിംഗ് ഇഷ്യൂഡ് ബൈ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ്, റെയിൽവേ റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ പാഴ്സൽ ഓഫീസർ, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ്, ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബില്ലാണ് ഡോക്യുമെൻ്ററി ബിൽ എന്ന് പറയുന്നത്. അടുത്തത് ക്ലീൻ ബിൽ. ബില്ലിനോടൊപ്പം ഒരു ഡോക്യുമെൻറ്റ്സും ഇല്ലാത്ത ബില്ലാണ് ക്ലീൻ ബിൽ. അടുത്ത ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ട്രേഡ് ബിൽ ആൻഡ് അക്കോമഡേഷൻ ബിൽ. ട്രേഡ് ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ട്രേഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രേഡ് ബില്ലാണ്. ഒറിജിനൽ ട്രേഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രേഡ് ബില്ലാണ്. ഒറിജിനൽ ട്രേഡ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് ബില്ലാണ്. അതായത് യഥാർത്ഥത്തിൽ കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് ഈ ബില്ല് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അതാണ് ട്രേഡ് ബിൽ. അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഒറിജിനൽ ട്രേഡ് ട്രാൻസാക്ഷൻ ഇല്ല. എന്താണ് ഇതിന്മേൽ ട്രേഡ് ട്രാൻസാക്ഷൻ ഇല്ല. ഒരു വ്യക്തിക്ക് പണത്തിന് കുറച്ച് ആവശ്യം വന്നു, വേറൊരു വ്യക്തിയുമായിട്ട് കൂടിച്ചേർന്ന് ഇവർ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്ന ബില്ലാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ ബിൽ. ഈ പ്രോസസ്സിന് പറയുന്നത്, അതായത് ഇങ്ങനെ കൃത്രിമമായിട്ട് ബില്ല് എഴുതി പണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൃത്രിമമായിട്ട് ബില്ല് എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കൈറ്റിംഗ് എന്ന് പറയും. KITTING. അതുകൊണ്ട് അക്കോമഡേഷൻ ബില്ലിനെ പറയുന്ന പേരാണ് കൈറ്റ് അല്ലെങ്കിൽ വിൻഡ് ബിൽ എന്ന് പറയും. കൈറ്റ് അല്ലെങ്കിൽ വിൻഡ് ബിൽ. വിൻഡ് ബിൽ. അടുത്ത ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ആൻ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ഡാഷ് ഇൻസ്ട്രുമെന്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ആൻ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ് ഡാഷ് ഇൻസ്ട്രുമെന്റ്. അതാണ് എസ്ക്രോ ബിൽ. എന്താണ് എസ്ക്രോ ബിൽ? ESCROW. എസ്ക്രോ ബിൽ. അടുത്തത്
എന്താണ് ഞാൻ പറഞ്ഞല്ലോ, അക്കോമഡേഷൻ ബില്ല് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ബിൽ ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് നോട്ട് ഫോർ ട്രേഡ് ബട്ട് ഓൺലി ഫോർ പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ടു സം പാർട്ടി കോൾഡ് അക്കോമഡേഷൻ ബിൽ. അക്കോമഡേഷൻ ബിൽ. അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ഓർത്തിരിക്കണം. റീടയറിംഗ് ദ ബിൽ. റീടയറിംഗ് ദ ബിൽ. ദ പ്രോസസ് ഓഫ് പേയിങ് ദ എമൗണ്ട് ഓഫ് ദ ബിൽസ് പേയബിൾ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഈസ് കോൾഡ് റീടയറിംഗ് ദ ബിൽ. അതായത് ബില്ലിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ബില്ലിന്മേൽ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റീടയറിംഗ് ബിൽ. ഇൻ സച്ച് കേസസ് ദ ഹോൾഡർ യൂഷ്വലി അലൗസ് എ കൺസെഷൻ ഫോർ ഏർലി പേയ്മെൻറ്റ്. ഇതിന് പറയുന്നതാണ് റിബേറ്റ്. ഇങ്ങനെ മുൻകൂറായിട്ട് ഡ്യൂ ഡേറ്റ് ആകുന്നതിന് മുൻപ് തന്നെ കൊണ്ട പണം അടയ്ക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന ആനുകൂല്യമാണ് റിബേറ്റ്. അപ്പോൾ റിബേറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? റീടയറിംഗ് ഓഫ് ബിൽസ്. റീടയറിംഗ് ഓഫ് ബിൽസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഡിസോണറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ബില്ലിന്മേൽ പേയ്മെൻറ്റ് നടക്കാതെ ഡ്യൂ ഡേറ്റ് ആയി കഴിഞ്ഞിട്ട് ബില്ലിന്മേൽ പേയ്മെൻറ്റ് നടക്കാതിരിക്കുന്ന സമയത്താണ് ഡിസോണറിംഗ് ഉണ്ടാകുന്നത്. പക്ഷേ റീടയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകൂട്ടി പണം അടയ്ക്കുന്നതാണ്.